കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ അതിലേകദേശം 11 പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം നിങ്ങളോടൊരു ക്ഷമാപണം പറയുകയാണ്. എൻ്റെ ശാരീരിക ആയിട്ടത്ര ഞാൻ ശരിയല്ല. ഒരു 4-5 ദിവസം കൊണ്ടൊരു പനി പിടിച്ചു. അപ്പോൾ അതിൻ്റെ പേരിലാണ് വീഡിയോകൾ കുറച്ചേക്കുന്നത്. എൻ്റെ ശബ്ദം പ്രശ്നമുണ്ടായിട്ടുണ്ട്, ചുമയുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് വലിയൊരു വോളിയത്തിൽ ഇത് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതും ക്യാമറയും എഡിറ്റും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള സഹായമുണ്ട്. എന്തായാലും അതൊരു പ്രശ്നമൊന്നുമല്ല. എന്നാലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഇൻഫർമേഷൻ, ഫസ്റ്റ് അനാലിസിസ് എങ്ങനായിരിക്കും ഈ പറയുന്ന 11 മണ്ഡലങ്ങളിൽ ഏകദേശം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം ബേസിക്കലി ഒരു ടെക്നോക്രാറ്റാണ്, ഒരു ബിസിനസ്സുകാരനാണ്, നല്ല ബിസിനസ്സുകാരനാണ്. അപ്പം അദ്ദേഹത്തെ ട്രിവാൻഡ്രത്തോട്ട് ശശി തരൂരിനെതിരെ മത്സരിക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് പറയാം. ശശിക്കെതിരെ നല്ലൊരു മത്സരം കൊടുക്കുക. അതായത് കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് തിരുവനന്തപുരം സിറ്റി, നായർ ഭൂരിപക്ഷമുള്ള ഏരിയ. അതായത് അവിടെ BJPക്കും സ്വാധീനമുണ്ട്, CPMനും സ്വാധീനമുണ്ട്, കോൺഗ്രസിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു. ഇതാണ് ആ സിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഈ സിറ്റിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ശശി തരൂർ കഴിഞ്ഞ 15 വർഷം കൊണ്ട് CPMൻ്റെ നിന്ന് പിടിച്ചു മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന യുണൈറ്റഡ് നേഷൻ്റെ സെക്രട്ടറി ജനറലായിട്ട് തോൽക്കുകയും ഗ്ലോബൽ ഇന്ത്യൻ എന്നുള്ള വലിയ പേരോടുകൂടിയാണ് ആ സിറ്റിയിൽ അദ്ദേഹം ലോഞ്ച് ചെയ്യുകയും ഏകദേശം തിരുവനന്തപുരം സിറ്റിയിലുള്ള 2 കൈയും നീട്ടിയാണ് ശശി തരൂരിനെ വരവേറ്റത്. പ്രത്യേകിച്ച് ഇന്ത്യൻ അമേരിക്കൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, പുസ്തകം എഴുതുന്നയാൾ, മലയാളം വലുതായിട്ട് അറിയത്തില്ല. ഇതെല്ലാം അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഓരോ ടൈം കഴിയുമ്പോഴും തിരുവനന്തപുരം സിറ്റിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന നിലയിൽ അദ്ദേഹം ഒത്തിരി ടോളായിട്ടുള്ള പ്രോമിസ് കൊടുത്തു. തിരുവനന്തപുരം സിറ്റിയെ ബാഴ്സലോണയാക്കി മാറ്റും, തിരുവനന്തപുരം സിറ്റിയെ സിംഗപ്പൂർ സിറ്റിയായിട്ട് മാറ്റും. അങ്ങനെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ചില പ്രോമിസ് അദ്ദേഹം കൊടുത്തു. പിന്നീട് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് ലോകത്ത് പല രാജ്യ നേതാക്കന്മാരുമായിട്ടും രാജ്യത്തലവന്മാരുമായിട്ടും ബന്ധമുണ്ട്. അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർനാഷണൽ ഹാബിറ്റാറ്റ് സെൻറ്റർ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതായത് തിരുവനന്തപുരത്തിൻ്റെ ലൈഫും ജനങ്ങളുടെ ജീവിതവും മുഴുവനും മാറ്റിയെടുക്കുമെന്നും ശശി തരൂർ പല ആവർത്തി തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് പ്രോമിസ് കൊടുത്തു. പക്ഷെ ഉണ്ടായ വലിയൊരു സത്യം, അദ്ദേഹത്തിന് ഇതൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തിരുവനന്തപുരത്തെ നർച്ചർ ചെയ്ത ഒരു MBA ആയിരുന്നില്ല. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയാം, അദ്ദേഹത്തിന് പറ്റിയ ഒരു സംഭവമല്ല തിരുവനന്തപുരത്തെ ലോക്സഭ MP. ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പോസ്റ്റായിരിക്കും രാജ്യസഭ. കാരണം ഈ കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ പോയി നടക്കും, മരണമാണെങ്കിലും വിവാഹമാണെങ്കിലും മരം വെട്ടാണെങ്കിലും ഇതിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞു വെക്കുന്നത് 15 വർഷം കൊണ്ട് ശശി തരൂർ തിരുവനന്തപുരം സിറ്റിക്ക് ചെയ്തത് ബിഗ് സീറോയാണ്. ബിഗ് സീറോ വെച്ചാൽ ബിഗ് സീറോ. അതായത് ഒന്നും നടത്തുവാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല. അതായത് ശശി തരൂരിനെതിരെ വലിയൊരു ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഈ നമ്മൾ ചെറുപ്പക്കാരായ വോട്ടേഴ്സിനെ എടുക്കുക, ഏകദേശം 18 മുതൽ 35-40 വയസ്സുള്ളവർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഗണത്തിൽപ്പെട്ടവർ ശശി തരൂരിനാണ് വോട്ട് ചെയ്തത്. പിന്നെ കേരളത്തിലെ സ്ത്രീകൾ. അതുകൊണ്ടാണ് ശശിയുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കയറിപ്പോയത്.
ആ ഒരു സംഭവത്തിൻ്റെ അകത്ത്, ചെറുപ്പക്കാരുടെ വോട്ടിനകത്ത് ശശി തരൂരിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് ഈ പ്രാവശ്യം ഇടിയും, നല്ലപോലെ ഇടിയും. അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്, നല്ലപോലെ ഇടിയും. പിന്നീട് ശശി തരൂര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയിരിക്കുന്ന പല പ്രസ്താവനകളും അത് അദ്ദേഹത്തിന് തിരിച്ചടിയാകും. കാരണം ഈ ശശി പറയുന്ന പല ഫാക്ടേഴ്സും തെറ്റാണ് മുഴുവനും. അപ്പം അതിനെ എടുത്ത് ശശി അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് എടുക്കാൻ വേണ്ടി ശശി ശ്രമിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് പുറംകാലടിയാണ് കിട്ടാൻ പോകുന്നത്. പിന്നീട് മറ്റൊന്ന്, തീരദേശ പ്രദേശത്ത് കിടക്കുന്നവരെ ശശി തരൂർ വളരെ മോശമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്തത്. അവരെ റെസ്പോണ്ട് ചെയ്തിട്ട് പോലുമില്ല. ആ ഒരു ഭാഗത്തോട് ശശി തരൂർ പോയിട്ട് പോലുമില്ല. കാരണം ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ടുള്ള മറ്റു പല ഇഷ്യൂവിലും ശശി തരൂരിന് ആ ഭാഗത്തോട് താല്പര്യമേ ഇല്ല. അതായത് പറഞ്ഞു വരുന്നത്, ശശി തരൂർ തിരുവനന്തപുരത്തൊരു എലൈറ്റ് ക്ലാസിൻ്റെ കൂട്ടത്തിലങ്ങായിപ്പോയി. അത് സാധാരണ വോട്ടർമാർ, അവരുമായിട്ടുള്ള ബന്ധം ശശിയുടെ ആ ഇൻട്രാക്ഷൻ കുറച്ചു. അതേപോലെ ഡെയിലി ശശി തിരുവനന്തപുരത്തുള്ളപ്പോൾ കാണാൻ വരാൻ നേരത്ത് പോലും ശശിയെ കാണാൻ കിട്ടുന്നില്ല, ടെലിഫോണിൽ കിട്ടുന്നില്ല, അവരുടെ കാര്യം പറയാൻ കിട്ടുന്നില്ല. അതായത് അവർക്കൊരു ലോക്കൽ MP എന്ന നിലയിൽ ശശി കംപ്ലീറ്റ് ഫെയിലിയറായി. അദ്ദേഹം ഡൽഹിയിലൊക്കെ വലിയ പ്രസംഗം നടത്തി കാണും ഉറപ്പായിട്ടും. പക്ഷെ ഡൽഹി പ്രസംഗം മാത്രം പോരായല്ലോ. അതാണല്ലോ ലോക്കൽ MP എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ, അതായത് ശശിക്ക് പറ്റിയ തണ്ടാണ്, ലെവൽ പ്ലേയിങ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് തൃശ്ശൂരേക്കാളിലും BJPക്ക് ജയിക്കാൻ പറ്റുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് ഞാൻ കാണുന്നത് ഈ തിരുവനന്തപുരമാണ്. രാജീവ് ചന്ദ്രശേഖർ എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 35,000 മുതൽ 40,000 വോട്ടിന് ശശി തരൂരിനെ തോൽപ്പിക്കും. അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ, അവിടെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു V മുരളീധരൻ. അടൂർ പ്രകാശാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അത്ഭുതകരമായിട്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡ് ശബരിമല, അതേപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്, അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് അടൂരിൽ നിന്നും അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിലോട്ട് പറിച്ചു നടന്നു. അടൂർ പ്രകാശ് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം ട്രെൻഡില്ല, വേവില്ല, ഒന്നുമില്ല. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് അവിടെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷം അവിടെ ജയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇടതുപക്ഷവും കോൺഗ്രസും ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു കുന്തം ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ലാതെ അവിടെ ഇവരീ പറയുന്ന വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കും, നേട്ടം ഉണ്ടാക്കും, ഇതൊന്നും നടക്കത്തില്ല എന്നത് ഇന്നത്തെ ഡിജിറ്റൽ തലമുറയിൽ, ഡിജിറ്റൽ ലോകത്തൂടെ നോക്കുന്നവർക്കറിയാം. ഇവർക്ക് ഡൽഹിയിൽ ഒന്നും സാധിക്കാൻ പറ്റില്ല. ആ ഒരു സന്ദർഭത്തിലാണ് V മുരളീധരൻ വരുന്നത്. ഉറപ്പായിട്ടും ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കും. ശക്തമെന്നല്ല, അതിശക്തമായ ത്രികോണ മത്സരം നടക്കും. അവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല. അതായത് മുരളീധരൻ നല്ലൊരു മത്സരം അവിടെ കൊടുക്കും. അതേപോലെ തന്നെ ജോയ് CPMൻ്റെ കാൻഡിഡേറ്റും നല്ല മത്സരം കാഴ്ചവെക്കും. കാരണം അത് തഴക്കവും പഴക്കവും ചെന്ന് അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തഴക്കവും എലക്ഷനിൽ തഴക്കവും വന്ന അടൂർ പ്രകാശ്. അപ്പം ഈ ഒരു മത്സരം അവിടെ നടക്കാൻ നേരത്ത് ഒരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാം, ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുവാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, എൻ്റെ ഒരു മുൻതൂക്കം, അതായത് കേരളത്തിൽ അത് മോദിക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു അപ്പർ ഹാൻഡ്. ആ അപ്പർ ഹാൻഡിൽ മുരളീധരൻ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാൻ സാധിച്ചാൽ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് മോദിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോപ്പുലാരിറ്റിയും അപ്പർ ഹാൻഡും എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടിയും അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയും ഗ്ലോബലി ചെയ്തു കൊടുക്കുവാൻ സാധിച്ചത്, പ്രത്യേകിച്ച് ഡയസ്പോറ സാധിച്ചത്, അതിനെ ബേസ് ചെയ്ത് V മുരളീധരൻ നല്ലപോലെ പിച്ച് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ
ഉറപ്പായിട്ടും മുരളിക്ക് ചാൻസ് ഉണ്ട്. കാരണം ഒരു കാരണവശാലും ഈ ഇലക്ഷനിൽ വി മുരളീധരനെ തള്ളിക്കളയാൻ കഴിയില്ല. അതിശക്തമായ മത്സരമായിരിക്കും ആറ്റിങ്ങലിൽ നടക്കട്ടയിൽ. അനിൽ ആന്റണിയുടെ വരവ് പല BJP-ക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അവർ ഉദ്ദേശിച്ചത് PC ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ അല്ലെങ്കിൽ K സുരേന്ദ്രനൊക്കെ ആയിരിക്കും. പക്ഷേ അനിൽ ആന്റണിയുടെ പത്തനംതിട്ടയിലെ വരവ് ഡിക്ലെയർ ചെയ്തേക്കുന്ന മാസ്റ്റർ സ്ട്രോക്കാണ്. അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഗുരുനാഥനാണ് AK ആന്റണി. AK ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി അവിടെ മത്സരിക്കുന്നത്. അനിൽ ആന്റണി എന്ന് പറയുന്ന കാൻഡിഡേറ്റ്, ചെറുപ്പക്കാരനായ കാൻഡിഡേറ്റ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിച്ച് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ട് കോൺഗ്രസ്സിലായിരുന്നു. അവിടുന്ന് BJP-യിൽ വന്നു. പത്തനംതിട്ടയിൽ അച്ചായന്മാരുടെ അച്ചായന്മാർ കൂടുതലുള്ള ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുകയാണ്. ശരിക്കും അവിടെ ഹിന്ദുക്കളുമുണ്ട്, പ്രത്യേകിച്ച് നായന്മാരും. അനിൽ ആന്റണി ആന്റണിയെ തോൽപ്പിക്കും. നിങ്ങളിത് എഴുതി വെച്ചു. അതേപോലെ അവിടെയുള്ള മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യും. തോമസ് ഐസക്കിന് ഗോൾ വരിച്ചാൽ മതി, കൃത്യമായിട്ട് അങ്ങ് പറയാം. അതായത് ഈ വോട്ടിങ്ങിന്റെ പാറ്റേൺ ഉണ്ട് പത്തനംതിട്ടയിൽ. അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പത്തനംതിട്ടയിലെ ചെറുപ്പക്കാരും അവിടെ താമസിക്കുന്നവരും ഒക്കെ ഈ അന്ധമായി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. ഒന്നാമതൊരു എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്കൊക്കെ അറിയാം. ഇപ്പൊ തോമസ് ഐസക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? 15 വർഷമായിട്ട് ആന്റണി ഡൽഹിയിൽ പോകുന്നു, അയാൾ എന്ത് ചെയ്തു? ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പത്തനംതിട്ടയിലെ വോട്ടേഴ്സിന് അറിയാം. അതുകൊണ്ട് അനിൽ ആന്റണിക്ക് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ചാൻസ്. അനിൽ ആന്റണി ഏകദേശം എങ്ങനെ പോലും 10,000-40,000 വോട്ടിന് പത്തനംതിട്ട ജയിക്കും. ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം വോട്ടേഴ്സിന്റെ ക്ലാസ് അങ്ങനെയാണ്. അവർ അന്ധമായിട്ട് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരല്ല. കാരണം അനിൽ അവിടെ ജയിച്ചു പോവുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പോസിബിലിറ്റിയിൽ അനിൽ ആന്റണി അവിടെ ജയിച്ചു പോകും. ഏറ്റവും കൂടുതൽ ഇലക്ഷൻ നിൽക്കുകയും ഏറ്റവും കൂടുതൽ കോൺടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റാണ്, നല്ല മത്സരം കൊടുക്കുന്ന കാൻഡിഡേറ്റാണ് ഈ ശോഭാ സുരേന്ദ്രൻ. ഇപ്രാവശ്യം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ PFI SDP-കാർ കൊന്ന BJP നേതാവിൻ്റെ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അത് വലിയ പ്രാധാന്യമുണ്ട്. അതായത് വീണ്ടും അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് UDF-ൻ്റെ വരാൻ പോകുന്നതെങ്കിൽ, അതായത് ആരിഫ് പിന്നെ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് വരുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വിപ്ലവ മണ്ണിൽ പുതിയ നാന്ദി കുറിക്കും. കാരണം ജനങ്ങളുടെ ആ ഭാവമൊക്കെ മാറി, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സംഭവമൊക്കെ മാറി. കാരണം വീണ്ടും BJP-യാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു കാൻഡിഡേറ്റാണ്, കഴിവുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അതായത് പ്രവചിക്കാൻ പറ്റുകയില്ല ആരാണ് ജയിക്കുന്നത്, BJP ആണോ കോൺഗ്രസ് ആണോ LDF ആണോ ജയിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലോട്ടാണ് ആലപ്പുഴ മാറാൻ പോകുന്നത്. ഉറപ്പായിട്ടും CPM-കാർ വലിയൊരു കൂട്ടരുണ്ട് ആലപ്പുഴയിൽ. CPM-ആയിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവർ ഉറപ്പായിട്ടും. സുധാകരനുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ആലപ്പുഴ. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോകും.